തീർച്ചയായിട്ടും നമുക്കതൊരു വലിയ എക്സ്പീരിയൻസ് അല്ലേ, അത്തരം സ്ഥലങ്ങളിൽ പോവുകയും അത്തരം കഥകൾ കേൾക്കുകയും ഇന്നത്തെ അത് എനാക്ട് ചെയ്യാൻ പറ്റുക എന്ന് പറയുന്നത് വലിയ അഭിമാനകരമായ കാര്യമാണ്. അത് വലിയൊരു ഭാഗ്യമായിട്ട് ഞാൻ കാണുന്നു. അതിനകത്ത് ലാലേട്ടൻ ഞങ്ങൾ ഒരു പാമ്പിനെ പിടിക്കുന്ന ഒരു സീക്വൻസ് ഉണ്ടായിരുന്നു. പാമ്പിനെ ലാലേട്ടൻ കയ്യിൽ പിടിക്കുന്നുണ്ട്. എനിക്ക് ഗൂസ് ബംസ് ആയിരുന്നു. എൻ്റെ പാട്ടിൽ ലാലേട്ടൻ ലിപ്പ് കൊടുക്കുന്നു, അങ്ങനെ പാടുന്നു, അങ്ങനെയൊക്കെയാണ് ഞാൻ ചിന്തിച്ചത്. അപ്പോൾ ജോർജ് കുട്ടിയും ഗീത IPS തമ്മിലുള്ള കെമിസ്ട്രിയാണ് അതിൽ എപ്പോഴും ഒരു കള്ളനും പോലീസും ഇമേജ് ആയിരുന്നു ഉണ്ടായിരുന്നത്. കഥകളി വേഷം കെട്ടിയിരിക്കുന്ന ആളെ പോയി തല്ലുന്ന ഒരു വേഷമുണ്ട്. അടുത്ത നിമിഷം കട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ആ മനുഷ്യൻ ചെന്ന് ചെയ്തത് ഒരു വാക്കിനാൽ വിട ചൊല്ലിയാൽ മറുവാക്കു കൊണ്ടൊന്നു നീറാം നെഞ്ചകം അതിമൂകമാം മിഴിവീശി ഞാൻ. അപ്പോൾ ഒരു പട്ടാളക്കാരൻ എന്നുള്ളത് ഒരിക്കലും കൊല്ലാൻ ആഗ്രഹിക്കുന്ന ആളെ സേവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സോ അതാണ് ഈ കഥ. അതുകൊണ്ടാണ് ഞങ്ങൾ ഇവരെയൊക്കെ വിളിച്ചപ്പോൾ അവിടെ ഇരിക്കുന്ന പലർക്കും ചെവി പോലും കേൾക്കില്ല. അന്നത്തെ ബ്ലാസ്റ്റിലൊക്കെ ചെവി പോയിട്ടുള്ളൊരു 81 വയസ്സായിട്ടുള്ള അച്ഛനാണ് ഇവിടെ ഇരിക്കുന്നത്. സോ അവരൊക്കെ ഇന്നലെ സിനിമ കണ്ടിട്ടുള്ള ആ ത്രില്ലിൻ്റെ മുകളിൽ ഞങ്ങളിപ്പോൾ ഒരു പ്രോഗ്രാം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ അപ്പം നിങ്ങൾ വന്നതുകൊണ്ട് യെസ്, താങ്ക് യു. തീർച്ചയായിട്ടും നമുക്കതൊരു വലിയ എക്സ്പീരിയൻസ് അല്ലേ, അത്തരം സ്ഥലങ്ങളിൽ പോവുകയും അത്തരം കഥകൾ കേൾക്കുകയും ഇന്നത്തെ അത് എനാക്ട് ചെയ്യാൻ പറ്റുക എന്ന് പറയുന്നത് വലിയ അഭിമാനകരമായ കാര്യമാണ്. അത് വലിയൊരു ഭാഗ്യമായിട്ട് ഞാൻ കാണുന്നു. താങ്ക് യു. പിന്നെ അവിടെ ഉണ്ടായ ഒരു രസകരമായിട്ടുള്ള സംഭവം എന്ന് വെച്ചാൽ അതിനകത്ത് ലാലേട്ടൻ ഞങ്ങൾ ഒരു പാമ്പിനെ പിടിക്കുന്ന ഒരു സീക്വൻസ് ഉണ്ടായിരുന്നു. എനിക്ക് പാമ്പിനെ ഭയങ്കര പേടിയാണ്. അപ്പോൾ ശരിയായിട്ടുള്ള പാമ്പാണോ ഇനി പ്ലാസ്റ്റിക്കിൻ്റെ പാമ്പാണോ എന്നൊക്കെ ഉള്ളൊരു പേടിയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ശരിയായിട്ടുള്ള പാമ്പായിരുന്നു. പാമ്പിനെ കൊണ്ടുവന്ന് പാമ്പിനെ ലാലേട്ടൻ കയ്യിൽ പിടിക്കുന്നുണ്ട്. അതെല്ലാം കഴിഞ്ഞ് എല്ലാവരുടെയും ആരോ പറഞ്ഞു പാമ്പ് അവിടെ പുറത്തു പോയി. അപ്പോൾ ഇങ്ങനെ മനസ്സിൽ ഇങ്ങനെ പേടിച്ച് എല്ലാ ഫിയറോടും കൂടി ഞാനിങ്ങനെ നിൽക്കുമായിരുന്നു. അപ്പം നമ്മുടെ ഡാൻസ് മാസ്റ്റർ ഉണ്ട് പ്രസന്ന, അദ്ദേഹം ഇങ്ങനെ താഴെ നിന്ന് എൻ്റെ കാലിൽ ഇങ്ങനെ കടിച്ചു, പാമ്പ് കടിക്കും പോലെ. പക്ഷെ ഞാൻ ഭയങ്കരമായിട്ട് പേടിച്ച് കരഞ്ഞു. പക്ഷെ ഒന്നും സംഭവിച്ചില്ല, അത് കളിച്ചായിരുന്നു, എല്ലാവരോടും പ്ലാൻ ചെയ്തിട്ടായിരുന്നു. വളരെ രസകരമായിട്ടുള്ള കുറച്ച് സിറ്റുവേഷൻസ്. പിന്നെ പാമ്പിനെ പിടിച്ച് ഞങ്ങളൊരു ഫോട്ടോ എടുത്തു. അങ്ങനെയൊക്കെ അവസാനം കുറച്ച് ധൈര്യമൊക്കെ, അറ്റ്ലീസ്റ്റ് പട്ടാളക്കാരൻ്റെ ഭാര്യയായിട്ട് അഭിനയിക്കുകയല്ലേ, അപ്പോൾ ഒരു ധൈര്യം ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. അതാണ് ഷൂട്ടിംഗ് എക്സ്പീരിയൻസിലുള്ളത്. പിന്നെ വളരെ രസകരമായിട്ടുള്ള ഒരുപാട് കുടുംബം, സ്നേഹം, പ്രണയം ഒക്കെ ഉള്ളൊരു പാട്ട് സീക്വൻസസ് ആയിരുന്നു. നന്നായിട്ട് ഷൂട്ട് ചെയ്യാൻ സാധിച്ചു. പാട്ട് നിങ്ങളൊക്കെ കണ്ടു കാണുമല്ലോ. ഒരു വാക്കിനാൽ വിട ചൊല്ലിയാൽ മറുവാക്കു കൊണ്ടൊന്നു നീറാം നെഞ്ചകം അതിമൂകമാം മിഴിവീശി ഞാൻ ഒളിനോട്ടമെത്തിച്ചു വീണ്ടും യാത്രയായി ഈറൻമുകിൽ കൺപീലികൾ നീരേറ്റു വീഴുന്ന നേരം നോക്കാതെ പിൻവാതിലിൻ മൗനങ്ങളെ കൈ ചേർത്തു പുൽകുവാൻ തെല്ലും നിൽക്കാതെ. ഈ പാട്ട് ചെയ്ത ഉടനെ തന്നെ ഇതിന്റെ ആദ്യത്തെ റെസ്പോൺസ് കിട്ടാൻ ആഗ്രഹിച്ചത് ലാൽ സാറിന്റെ അടുത്തു നിന്നാണ്. അപ്പോൾ അതിന്റെ ഒരു എക്സൈറ്റ്മെന്റിൽ ഞാൻ രാജസ്ഥാനിൽ എന്നെ വിളിച്ചപ്പോൾ പോയിരുന്നു. രാജസ്ഥാനിൽ പോയപ്പോഴത്തേക്കും എനിക്ക് ഈവൻ കുറച്ച് ഷൂട്ടിങ്ങിന്റെ തിരക്കാണ്, കുറച്ചൊന്നും കാണാൻ പറ്റിയില്ല. ആദ്യത്തെ 2, 3, 4, 5 മണിക്കൂറല്ല. ഈവനിങ് ഇത് കഴിഞ്ഞിട്ട് ലാൽ സാറിന്റെ റൂമിലേക്ക് പോവുകയുണ്ടായി. അപ്പോൾ അങ്ങനെ ലാൽ സാർ കുറേ സജഷൻസ് എന്നോട് പറഞ്ഞിട്ടുണ്ടായി. കാരണം എന്നോട് എന്ന രീതിയിൽ മേജർ സാറിനോട് പറഞ്ഞിട്ടുള്ള കുറേ സജഷൻസ്, കാരണം ഇത്രയും കാര്യങ്ങൾ ട്രിം ചെയ്യാം, കുറച്ച് പോർഷൻസ് ട്രിം ചെയ്യാനുണ്ട്, അങ്ങനെയാണെങ്കിൽ കുറച്ച് BGMന്റെ പോർഷൻസ് അങ്ങനെ പറഞ്ഞു. അപ്പോൾ അദ്ദേഹം അത്രയും കൺസേൺ ആണ്, ഈവൻ ഒരു സോങ്ങിന്റെ കാര്യത്തിൽ വരെ അത്രയും കൺസേൺ ആയിട്ടാണ് സാർ ചെയ്യുന്നത് എന്നുള്ളത്. അപ്പം കാരണം നമ്മുടെ പാട്ടും കൂടി പറയുന്നു എന്ന് പറയുമ്പോൾ അത് എന്നെ പോലത്തെ മ്യൂസീഷ്യൻസിന് ഏറ്റവും കൂടുതൽ ഒരു എൻകറേജ്മെന്റ് ആണ്. അപ്പോൾ അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ട്രിം ചെയ്തതിന് പാട്ട് ഒരു ഗുഡ് കിട്ടുക എന്ന് പറയണ തന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയൊരു കാര്യമാണ്. അപ്പോൾ ഒരു നല്ലൊരു ഗുഡ് എനിക്ക് കിട്ടിയിരുന്നു. മറക്കാൻ പറ്റാത്തതെന്ന് പറഞ്ഞ ഒരു നടനെ സംബന്ധിച്ചിടത്തോളം ഇതിനകത്തൊരു സീനുണ്ട്. ഒരു കഥകളി വേഷം കെട്ടിയിരിക്കുന്ന ആളെ പോയി തല്ലുന്ന ഒരു വേഷമുണ്ട്.
അദ്ദേഹം വന്നു, പിന്നെ ഒരു യഥാർത്ഥ കഥകളി നടൻ തന്നെയാണ് ആ വേഷം ചെയ്തത്. അപ്പോൾ അദ്ദേഹം വന്നു ചെയ്തുകൊണ്ടിരുന്നു. ഉടനെ അപ്പുറം ഇരിക്കുന്ന കഥകളി വേഷം ചെയ്യുന്ന ആൾ ഫോറിനറാണ്. അപ്പം അദ്ദേഹത്തോടൊക്കെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഒരൊറ്റ ഷോട്ടിൽ തന്നെ അത് ഇങ്ങോട്ട് വന്ന് പുള്ളിയുടെ മുഖത്തെ എല്ലാം കൂടെ പിടിച്ച് വാരി ഒരൊറ്റ തല്ലും ഒക്കെ ചെയ്ത് വളരെ നാച്ചുറലായിട്ട് ചെയ്തു. പക്ഷേ അടുത്ത നിമിഷം കട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ആ മനുഷ്യൻ ചെന്ന് ചെയ്തത് ആ കഥകളി നടനോട് ചെന്ന് സോറി പറയുകയാണ്. അതായത് ക്ഷമിക്കണം, അറിയാമല്ലോ ആ വേഷത്തിൻ്റെ ഇതിലങ്ങ് വന്ന് ചെയ്തതാണ്, വേറൊന്നും തോന്നരുത്, ക്ഷമിക്കണം. അപ്പോൾ അത്രയും പുള്ളിക്ക് പറയേണ്ട കാര്യങ്ങളല്ല. പക്ഷേ ആ കഥകളി എന്ന ഒരു കലയോടും അതുപോലെ തന്നെ കലാകാരനോടും അതുപോലെ തന്നെ തന്നേക്കാൾ ജൂനിയറായ ഒരു ആർട്ടിസ്റ്റ് ആണെങ്കിലും അവരോടും കാണിച്ച ഒരു മര്യാദ, അത് ഭയങ്കരമായിട്ട് നമുക്കൊക്കെ ഒരു പാഠമാണ്. അതൊന്നും പ്ലാൻഡ് അല്ല, അതൊക്കെ അദ്ദേഹത്തിൻ്റെ ഒരു എന്താ പറയുക, ജെന്യുവനായിട്ട് അല്ലെ നാച്ചുറലായിട്ട് സംഭവിക്കുന്ന ഒരു കാര്യമാണ്. ചിലപ്പോൾ അദ്ദേഹത്തിന് ഇതൊരു കാര്യമേ അല്ലായിരിക്കാം, പക്ഷെ നമുക്കതൊക്കെ ഒരു വലിയ ഗുണപാഠമാണ്. ഒരു വാക്കിനാൽ വിട ചൊല്ലിയാൽ. ലാലേട്ടനായിട്ടുള്ള മൂന്നാമത്തെ സിനിമയാണ്. ആദ്യത്തെ കർമ്മയോധയായിരുന്നു. പക്ഷെ അതിനകത്ത് കുറച്ച് പോർഷൻസേ ഉള്ളൂ. ഇതുപോലെ തന്നെ മേജർ സിനിമകളുടെ സ്വഭാവം അനുസരിച്ച് കുടുംബത്തിന് കുറച്ച് പ്രാധാന്യമേ ഉണ്ടാവുള്ളൂ. ബാക്കി യുദ്ധവും പോലീസും ഒക്കെയാണ് അദ്ദേഹത്തിന്റെ സാധാരണ തട്ടകം. പിന്നെയുള്ളത് ജോർജ് കുട്ടിയും ഗീത IPS തമ്മിലുള്ള കെമിസ്ട്രിയാണ്. അതിൽ എപ്പോഴും ഒരു കള്ളനും പോലീസും ഇമേജ് ആയിരുന്നു ഉണ്ടായിരുന്നത്. ലാലേട്ടനായിട്ടുള്ള നാലാമത്തെ ചിത്രമാണ്. ഇടയ്ക്ക് മുന്തിരിവള്ളികൾ എന്ന് പറയുന്ന ഒരു സിനിമ കൂടി ഉണ്ടായിരുന്നു. എനിക്ക് ആ സിനിമയിലെ കൂടെയാണ് ഒരു പേരെന്ന് പറയുന്ന ഒരു ആൾക്കാർക്കൊരു ഇഷ്ടം വന്നതെന്ന് എനിക്ക് തോന്നുന്നു. അതിനുശേഷമാണ് ഇപ്പം 1971 ബിയോണ്ട് ബോർഡേഴ്സ്. ഓഫ് കോഴ്സ് അദ്ദേഹത്തിനോട് അഭിനയിക്കുമ്പം എനിക്കെന്നല്ല എല്ലാവർക്കും ഗുഡ് കെമിസ്ട്രിയാണ്. ബിക്കോസ് അദ്ദേഹത്തിൻ്റെ ഒരു പ്രസൻസ് അങ്ങനെയാണ്. ഗിവ് ആൻഡ് ടേക്ക് എന്ന് പറയുന്ന പോലെ അദ്ദേഹം നമ്മളിലേക്ക് പകരുന്ന ഒരു പവറുണ്ട്. അത് തന്നെയാണ് നമ്മൾ തിരിച്ചും കൊടുക്കുന്നത്. സോ കെമിസ്ട്രി എല്ലാവരും പോലെ തന്നെ എനിക്കുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. 1971 ബിയോണ്ട് ദ ബോർഡർ കീർത്തിയാക്രയ്ക്ക് ശേഷം മേജർ രവി ചെയ്തിരിക്കുന്ന ഏറ്റവും മനോഹരമായ, ഏറ്റവും നമ്മുടെ രാജ്യരക്ഷയും രാജ്യസുരക്ഷയും അതോടൊപ്പം തന്നെ മനസാക്ഷിയും സ്നേഹവും എത്രമാത്രം ഉയർത്തിപ്പിടിക്കണം എന്ന് കാണിച്ചു തരുന്ന ഒരു ചിത്രമാണിത്. യുദ്ധം മാത്രമല്ല, സ്നേഹം, പരസ്പര സ്നേഹമാണ് ഏറ്റവും വലുത് എന്ന് കാണിച്ചു തരുന്ന ഒരു നല്ല മെസ്സേജുള്ള ഒരു മിലിറ്ററി ചിത്രം കൂടിയാണ് 1971 ബിയോണ്ട് ദ ബോർഡേഴ്സ്. അത് തീർച്ചയായും നിങ്ങൾ കാണുക. അത് ലാലേട്ടൻ്റെ 3 ഗെറ്റപ്പിലുള്ള വേഷമാണ്. തീർച്ചയായും അത് കണ്ട് വിലയിരുത്തി ഇതിനെ വൻ വിജയമാക്കുക എന്നുള്ളതാണ് എനിക്ക് അതിൽ ഒരു എളിയ കഥാപാത്രം ചെയ്തിരിക്കുന്ന എനിക്ക് പറയുവാനുള്ളത്. നിങ്ങളതിനെ 2 കൈ നീട്ടി സ്വീകരിക്കണം എന്ന് അപേക്ഷിക്കുന്നു. നന്ദി, നമസ്കാരം. ഇതുപോലെ തന്നെ രാജസ്ഥാനിൽ ഇതിൻ്റെ ഷൂട്ടിങ്ങിൻ്റെ സമയത്ത് ഞാൻ ഒറ്റപ്പാലത്ത് പോയിരുന്നു. ഒറ്റപ്പാലത്ത് ഈ പാട്ടെടുക്കുന്ന സമയത്ത് ചെല്ലണമെന്ന് എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. കാരണം ലാലേട്ടനാണല്ലോ അഭിനയിക്കണേ. അപ്പോൾ അങ്ങനെ ഒറ്റപ്പാലത്ത് പോയപ്പോൾ എനിക്ക് തോന്നിയ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവൻ ഒരു സിറ്റുവേഷൻ, ഇപ്പോൾ ആ ഒരു സിറ്റുവേഷൻ കുട്ടീനെ കളിപ്പിക്കുന്ന ഒരു സിറ്റുവേഷൻ, അല്ലെങ്കിൽ കുട്ടി വണ്ടി ഓടിച്ചുകൊണ്ട് പോകുമ്പോൾ ഇടിച്ചിട്ട് വീണ് കഴിഞ്ഞിട്ട് തിരിച്ച് കുട്ടി വരുന്ന ആ സമയത്താണ് ഞാൻ അവിടെ ഷൂട്ടിങ് സമയത്ത് ഉണ്ടായിരുന്നത്. അപ്പോൾ ഇവൻ നമുക്കൊരു പാട്ടിൽ അഭിനയിക്കുകയാണ് അല്ലെങ്കിൽ പാട്ടിൽ ചെയ്യുകയാണെന്നുള്ളൊരു സംഭവമല്ല. ഈവൻ നമുക്ക് ഇപ്പം ഞാൻ എന്തായാലും മ്യൂസിക് ഡയറക്ടറിന് എനിക്ക് തോന്നുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ലാലേട്ടൻ നമ്മുടെ പാട്ടിൽ അഭിനയിക്കുന്നു എന്നുള്ള ഒരു എക്സൈറ്റ്മെന്റ്. ലാലേട്ടനെ സംബന്ധിച്ചിടത്തോളം 100 കണക്കിന് അല്ലെങ്കിൽ ലക്ഷക്കണക്കിന് പാട്ടുകളിൽ അഭിനയിച്ചിട്ട് വരുന്ന അതേ റിയാക്ഷൻ അല്ലെങ്കിൽ അതേ ആ ഒരു ഇമ്പോർട്ടൻസ് ആണ് ഇപ്പോഴും പുതിയതൊരു പാട്ട് ചെയ്യുമ്പോഴും അതേ രീതിയിൽ തന്നെയാണ് എനിക്ക് ഫീൽ. കാരണം എനിക്ക് ഗൂസ് ബംസ് ആയിരുന്നു. ഞാൻ ആക്ച്വലി അങ്ങനെ ഒരു എൻ്റെ പാട്ടിൽ ലാലേട്ടൻ ലിപ്പ് കൊടുക്കുന്നു, അങ്ങനെ പാടുന്നു, അങ്ങനെയൊക്കെയാണ് ഞാൻ ചിന്തിച്ചത്. അപ്പോൾ അങ്ങനെ തന്നെ ഞാൻ ഭയങ്കര ഗൂസ് ബംബായിട്ട് നിന്ന സമയമാണത്. പിന്നെ എന്താണ്, അപ്പോൾ അങ്ങനെയായിരുന്നു എൻ്റെ ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ. മരിക്കുന്നെങ്കിൽ അത് നമ്മുടെ ശത്രുക്കളായിരിക്കും. ഇതിലിപ്പോൾ യുദ്ധം വേണ്ട, സമാധാനം മതി, പീസ് മതി എന്ന് പറയുന്ന ഒരു കാര്യമാണ്. അതിപ്പം ആർമി എവിടെയല്ല, ഇപ്പം പട്ടാളത്തിൽ മാത്രമല്ല, ലോകത്ത് എവിടെയാണെങ്കിലും
അത് അങ്ങനെ തന്നെ ആവണമല്ലേ നല്ലത്. അപ്പോൾ ആ ഒരു കൺസെപ്റ്റിനോട് ഞാൻ വളരെയധികം യോജിക്കുന്നു. അത് വളരെയധികം സന്തോഷമുണ്ട് ഇത്രയും നല്ലൊരു ചിത്രത്തിൻ്റെ ഭാഗമാകാൻ കഴിഞ്ഞതിൽ. അങ്ങനെ ഒരു പ്രത്യേകിച്ചൊരു പ്രിപ്പറേഷനൊന്നും വേണ്ട കഥാപാത്രം അല്ലല്ലോ പാർവതി. അതായത് തീർച്ചയായിട്ടും ഭർത്താവിനെ ഒരുപാട് സ്നേഹിക്കുന്ന, എന്നാൽ അദ്ദേഹത്തിൻ്റെ ജോലി പട്ടാളത്തിലാണ്, പോകുമെന്ന് അവർക്ക് മനസ്സിൽ തന്നെ അറിയാം. പക്ഷെ എപ്പോൾ പോകേണ്ടി വരും, കുറച്ച് കഴിഞ്ഞ് പോയാൽ പോരെ എന്ന് ഭർത്താവിനോട് ചോദിക്കുന്നുണ്ട്. അതായത് അവിടെ നിന്ന് ടെലഗ്രാം വന്നവരെ കാത്തിരുന്നുകൂടെ എന്ന് ചോദിക്കുന്നുണ്ട് പാർവതി. അപ്പം അദ്ദേഹം വളരെ ബോൾഡായിട്ട് പറയുന്നുണ്ട്, ഇല്ല, അതിനുവേണ്ടി കാത്തിരിക്കാനുള്ള സമയമില്ല. പക്ഷെ അത് ഭർത്താവിനെ തീർച്ചയായിട്ടും മനസ്സിലാക്കുന്ന ഒരു ഭാര്യയാണ്. ജീവിതത്തിൽ ഞാനൊരു ഭാര്യയല്ലേ, അപ്പം അതുകൊണ്ട് അങ്ങനെ ഒരു പ്രിപ്പറേഷൻ്റെ ആവശ്യമൊന്നും വന്നില്ല. ഇങ്ങനെ ഒരു അവസരം കിട്ടുക എന്നുള്ളത് തന്നെ നമ്മുടെ ഒരു മ്യൂസീഷ്യൻസിന്റെ ഒരു ഇതെടുത്ത് നോക്കുമ്പോൾ ഒരു ആസ് എ അസ്പയറിംഗ് മ്യൂസീഷ്യൻ എന്നുള്ള രീതിയിലും എനിക്ക് കിട്ടിയ ഏറ്റവും വലിയൊരു ഭാഗ്യമാണ് അത്. ജനങ്ങളും കേട്ടും നല്ല അഭിപ്രായം എനിക്ക് കിട്ടിയിരുന്നു. ആ അഭിപ്രായങ്ങൾക്ക് തന്നെ ഞാൻ ആദ്യമായി നന്ദി പറയണു. എന്താ പറയുക, ലാൽ സാറിൻ്റെ ഒക്കെ കൂടെ വർക്ക് ചെയ്യാന്ന് പറഞ്ഞാൽ ലെജൻസ്, എനിക്ക് ഗ്രൂപ്പ് ഓഫ് ലെജൻസിൻ്റെ കൂടെയാണ് എനിക്ക് വർക്ക് ചെയ്യാൻ പറ്റിയത്. ലാൽ സാർ കൂടാതെ MG ശ്രീകുമാർ സാർ വർക്ക് ചെയ്തു, അതുപോലെ തന്നെ മേജർ രവി സാർ, അപ്പോൾ അതുപോലെ തന്നെ ശ്വേത മോഹൻ ഒരു വെസറ്റൈൽ സിംഗറാണ് നമ്മുടെ ഇപ്പോൾ ഇൻഡസ്ട്രിയിലുള്ള. അപ്പോൾ അങ്ങനെ അവരെത്രയും പേര് കൂടെ വർക്ക് ചെയ്യാൻ പറ്റുന്നത് ഞാൻ വിചാരിച്ചിട്ടും കൂടിയില്ല. ഈവൻ എൻ്റെ ചൈൽഡ്ഹുഡ് ടൈം മുതൽ കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ് ഇതൊക്കെ, ഇവരെല്ലാവരും. അപ്പോൾ അങ്ങനെ അവരോട് വർക്ക് ചെയ്യാൻ പറ്റിയതിൽ വളരെ സന്തോഷം. എല്ലാവരോടും പറയാനുള്ളത് തീർച്ചയായിട്ടും 1971 ബിയോണ്ട് ബോർഡേഴ്സ് എന്ന് പറയുന്ന ചിത്രം തിയേറ്ററിൽ തന്നെ പോയി കാണുക. നമ്മുടെ രാജ്യസ്നേഹം എന്തെന്ന് നമ്മളെല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്. ഈ ചിത്രത്തിലൂടെ മേജർ സാർ അത് പറയാൻ ശ്രമിച്ചിട്ടുമുണ്ട്. അതെന്തായാലും എല്ലാവരും കുടുംബസമേതം പോയി കാണണമെന്നാണ് എനിക്ക് എല്ലാവരോടും അപേക്ഷിക്കാനുള്ളത്.